രണ്ടാം ഭാഗം. ടി.ജി. മോഹൻദാസ് പറഞ്ഞ ഒരു വലിയ വിഷയമാണ്. സഫിയ ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്, തങ്ങൾക്ക് എക്സ് മുസ്ലിമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും തങ്ങളുടെ സ്വത്തവകാശത്തിന് വേണ്ടിയിട്ടുമാണ് സഫിയ കേസിന് പോയിരിക്കുന്നത്. അല്ലയോ മാഡം സഫിയ, ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾക്ക് എന്തുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല? ഇസ്ലാം മതത്തിൽ നിന്ന് താങ്കൾ പുറത്തു വന്നു, താങ്കൾ പ്രാക്ടീസ് ചെയ്യേണ്ട എന്നുള്ളതല്ലേ ഉള്ളൂ. ഇസ്ലാം മത നിയമപ്രകാരം താങ്കൾക്ക് മുൻപോട്ട് പോയിക്കൂടെ? ആ നിയമം പറ്റില്ല എന്നുള്ളതാണെങ്കിൽ ശരി, അത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നോർമൽ ആയിട്ടുള്ള സിവിൽ നിയമം അല്ലെങ്കിൽ നിങ്ങളുടെ സിവിൽ നിയമം പറ്റത്തില്ല, എനിക്ക് എന്റെ സ്വത്ത് പകുതി കിട്ടിയേ മതിയാവുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇവർക്ക് അനുയോജിച്ച രീതിയിലുള്ള വിധി തന്നെ പാസ്സാക്കും, തർക്കമൊന്നുമില്ല. കാരണം കോടതി അത് നിരീക്ഷിക്കും, തീർച്ചയായിട്ടും അത് തന്നെ ചെയ്യും. പക്ഷെ ഒരു ചോദ്യം, ഹിന്ദു കോഡ് ബില്ല് പാസ്സായപ്പോൾ ഇവിടെ കത്തിച്ച, അതായത് അംബേദ്കറുടെ ഇത് നിയമമന്ത്രി ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പിന്നെ രൂപവും കട്ടൗട്ടും ഒക്കെ കത്തിച്ച ആൾക്കാരാണ് ഇതിനു വേണ്ടിയിട്ട് ഈ സഫിയയുടെ കൂടെ കോടതി വരെ പോകുന്നത്, കൂട്ടു നിൽക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. ചേർത്ത് പിടിക്കാൻ നിൽക്കുന്ന ഈ നികൃഷ്ട ജന്മങ്ങൾ കൊന്നത് എത്ര പേരെയാണെന്ന് അറിയാമോ? യുക്തിവാദികളായി നിൽക്കുന്നവരെയൊക്കെ കൊല്ലുകയും, അതായത് നാസ്തികത പറയുന്നവരെയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഈ വൃത്തികെട്ടവർക്കൊപ്പം നിൽക്കാൻ ഇവർക്ക് നാണമില്ല എന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ. എന്തുതരം ബോധമാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ടി.ജി. മോഹൻദാസ് പറയുന്ന എല്ലാ പേക്കൂത്തിനും ഓക്കെ എന്ന് പറയുന്ന ഈ പിള്ളേർ ചെയ്യുന്ന തെറ്റ് ഇവർക്ക് മനസ്സിലാവാനായിട്ടാണോ അല്ലയോ എന്നും എനിക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കൺഫ്യൂഷൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. പിന്നെ അതേപോലെ ഹിന്ദു മത വിശ്വാസത്തിന് ഉള്ള ഈ കോഡ് ബില്ല്, ഹിന്ദു കോഡ് ബില്ല് വരുമ്പോൾ 1950s ഈ ബില്ല് വന്നിട്ടുള്ളത്. അന്ന് ഇവർ ഭയങ്കര ബഹളം ഉണ്ടാക്കി അത് ഇവിടെ പോസിബിൾ ആക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. 1960s സ്ത്രീധന ബില്ല് വരുന്നത്, സ്ത്രീധന നിരോധന നിയമം വരുന്നത്. എങ്ങനെ സ്ത്രീധന നിരോധന നിയമം വരും? ഇപ്പോൾ ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ക്രൈസ്തവ മതത്തിലായാലും വിവാഹത്തോടനുബന്ധിച്ചിട്ട് കിട്ടുന്ന പണമല്ലാതെ നമുക്ക് വേറെ കിട്ടത്തില്ല. അപ്പോൾ സ്ത്രീധനം എന്നുള്ളതാണ് അവരുടെ പങ്കായിട്ട് അവർക്ക് വാങ്ങിക്കാൻ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോൾ അത് നിഷേധിക്കുമ്പോൾ ഈ നിയമം ക്ലിയർ ചെയ്യാതെ ആ നിയമം നിഷേധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ എത്ര നിരോധനം ഉണ്ടായിട്ടും ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം അതിൽ കൂടെ ആ പെൺകുട്ടികൾക്ക് അതിനകത്ത് അവകാശമുള്ളൂ. അല്ലാതെ എങ്ങനെ അവകാശം ചോദിക്കും? മേരി റോയ് പോയിട്ട് വന്നതുകൊണ്ട് അങ്ങനെ ഒരു നിയമം ക്രിസ്ത്യൻ മതത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഹിന്ദു മതത്തിൽ എങ്ങനെയാണ്? അതും ഇപ്പൊ തന്നെ ഇത്രയും ബഹളം ഉണ്ടാക്കിയ ശേഷമാണ് അംബേദ്കർ അങ്ങനെ ഒരു കോഡ് ബില്ല് പാസ്സാക്കിയത്. അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇതിനേക്കാൾ പരിതാപകരം തന്നെയല്ലായിരുന്നോ? എല്ലാ മതത്തിലും ഉള്ള പ്രശ്നം തന്നെയാണ് ഇസ്ലാം മതത്തിലും ഉള്ളത്. ഇസ്ലാം മതത്തിൽ ഒരു പടി കൂടെ ചേർന്നിട്ട് സംരക്ഷണം എന്ന് പറയുന്നുണ്ട്. അതായത് പെണ്ണുങ്ങളെ വിവാഹം കഴിക്കണമെങ്കിൽ ആണുങ്ങൾ ഒരു തുക കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു ഇക്വാലിസം ടാലിയപ്പ് ആകും. ഇനി വിവാഹമില്ലാത്തവർ വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള ഒരു സ്വത്തവകാശ നിയമം ഇവിടെ അർജന്റായിട്ട് വരിക തന്നെ വേണം. തർക്കമില്ല, നല്ല കാര്യമാണ്. അപ്പൊ അത് മുന്നോട്ട് തന്നെ പോട്ടെ. ആരെതിർക്കുന്നു? ആരും എതിർക്കുന്നില്ല. ഇവർ പറഞ്ഞു വെക്കുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ് മുസ്ലിമിനെ അപായപ്പെടുത്തുന്നു, ഉപദ്രവിക്കുന്നു എന്നുള്ള നരേഷൻസ് ആണ് കൊണ്ടുവരുന്നത്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇതുവരെയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടോ? എക്സ് മുസ്ലിമിനെ തല്ലി കൊല്ലുന്നുണ്ടോ? ഇല്ല. പക്ഷെ യുക്തിവാദികളെ കൊന്ന ചരിത്രം RSSകാർക്കുണ്ട്. അതെന്താ അങ്ങനെ? അതിനെപ്പറ്റി ടി.ജി. മോഹൻദാസിന് കൺഫ്യൂഷൻ ഇല്ല. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ബാക്കി കേൾക്കാം. പരസ്യമായിട്ട് പറഞ്ഞു സലാം ഇസ്ലാം ഞാനില്ല എന്ന് പറഞ്ഞു. അയാൾക്ക് കടുത്ത ശിക്ഷയുണ്ട്. ഇനി ഇസ്ലാം വിട്ടിട്ട് വിടാതിരിക്കണം, രഹസ്യമായിട്ട് വെച്ചിരിക്കുക. ആശാൻ ഇതിനോട് യാതൊരു താല്പര്യമില്ല. പക്ഷെ പുറത്താരോടും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ളവര് മുനാഫിക് എന്ന് പറയും. ഹിന്ദു സമ്പ്രദായത്തിൽ മുർത്തതുമില്ല, മുനാഫിക്കില്ല. നിങ്ങൾ മതത്തിൽ നോക്കിടാതിരിക്കും, അവർക്ക് പോകാതിരിക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ആ സ്വാതന്ത്ര്യം ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ. കള്ളത്തരം പറയല്ലേ? ഹിന്ദു മതത്തിൽ എന്താണ്, മതം എന്താണ്, ജാതി എന്താണെന്ന് എന്നെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കല്ലേ ദയവ് ചെയ്തിട്ട്. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ അതിനകത്ത് ജാതി ഉണ്ടോ, മതമുണ്ടോ, മതം വിട്ടവനെ എങ്ങനെയാണ്, ഈ ഉച്ചനീചത്വമുണ്ടോ ഇല്ലയോ, വേദം പഠിക്കാൻ ജാതിയിൽ താഴ്ന്നവർക്ക് അവകാശമുണ്ടോ, ഇവിടെ നടന്ന പഴയ സമരങ്ങൾ മാത്രം എടുത്തു വെച്ച് നോക്കിയാൽ എന്താണ് ഹിന്ദു മതത്തിലെ പ്രോബ്ലംസ് എന്ന് എക്സാക്ട്ലി മനസ്സിലാവും. ചരിത്രം പഠിച്ചാൽ മാത്രം മതിയാവും. നല്ല നരേഷൻ കേട്ടോ. ബാക്കിയുള്ളവർ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഇത്തരം വാക്കുമില്ല. മതം വിട്ട ഒരു ഹിന്ദുവിന് ഒരു വാക്കില്ല. പക്ഷെ മുസ്ലിമിന് വാക്കുണ്ട്, മുർത്തതുണ്ട്. മതം വിട്ടിട്ടും അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ആളിനെ മുനാഫിക് എന്ന് പറയുന്നത്. മുർത്തതിനേക്കാൾ കടുത്ത ശിക്ഷയാണ് മുനാഫിക്. കാരണം അവൻ വിട്ടതും പോലെ ഒളിച്ചു വയ്ക്കുന്നു. പിടിയിടാൻ ഇങ്ങനെയാണ് മുനാഫിക്കുകളെ പഠിക്കുന്നത്. അപ്പോ ഇവര് മുർത്തതോ മുനാഫിക്കോ എന്ത് വാങ്ങിക്കോട്ടെ, ഇവര് സ്വയം വിശേഷിപ്പിക്കുന്നത് എക്സ് മുസ്ലിംസ്. മുർത്തദ്, മുനാഫിക്ക് എന്ന വേർഡ് അറബിക് വേർഡ്സ് ആണ്. ഇതേ സാധനം നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലുമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ദ്രന്റെ പേര്, പുരന്തരൻ. എന്താണത്? പുരങ്ങളെ തകർക്കുന്നവൻ അല്ലേ? അങ്ങനെയല്ലേ പറയുക? അപ്പോ പുരങ്ങൾ നശിപ്പിക്കുക, അത് നശിപ്പിക്കാൻ ഇന്ദ്രന് കൂട്ടി നിൽക്കുന്ന പട്ടി. അപ്പോൾ ഇതേപോലെ കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ ഇതിനകത്തും ഉണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും വായിക്കുന്നത്, അത് എഴുതിയിരിക്കുന്ന ഭാഷ മലയാളം അല്ലാത്തത് കൊണ്ട്, സംസ്കൃതത്തിലായതുകൊണ്ട് സംസ്കൃത ഭാഷയിൽ അതിനൊക്കെ വാക്യങ്ങളുണ്ട്. അതേ വാക്യങ്ങൾ അറബിക്കിലുമുണ്ട്. ഇതേ സാധനങ്ങൾ ലവരുടെ കൃതിയിലുമുണ്ട്. എല്ലാവരുടെ ഇതിനകത്ത് എല്ലാവരുടെ സ്മൃതികളിലും കൃതികളിലും ഈ പേരുകളൊക്കെ തന്നെയുണ്ട്.
അയിത്തം, തീണ്ടാഴിക, തൊട്ടൂടാഴിക ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദു മതവിശ്വാസത്തിലുമാണ്. എന്തിനാണോ കള്ളം പറയണേ? ഇത് തന്നെ പോലെ കുറെ സംഘികൾക്ക് വിശ്വാസം വരും, അല്ലാതെ മനുഷ്യൻ വിശ്വസിക്കൂ താൻ പറയുന്ന ഈ പൊട്ടത്തരം? 2 കോടി ആൾക്കാർ ന്യൂനപക്ഷമാണ് അല്ലേ? 140 കോടി 2 കോടി തന്നെ വളരെ വളരെ തുച്ഛം. ഇവരുടെ സംരക്ഷണം കൊടുക്കേണ്ട വസ്തുത ന്യൂനപക്ഷ സംരക്ഷണം, ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ഇതൊക്കെ കൊടുക്കുന്നത് എന്തിനാണ്? ഭൂരിപക്ഷം ഇവരെ മുണുങ്ങിക്കളയും. ഇതിനാണല്ലോ ഈ സംവരണവും സംരക്ഷണവും കൊടുക്കുന്നത്. അത് മേടിച്ചിട്ടാണ്, അല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് കലകാലം കുറവുണ്ടായിട്ടൊന്നും അല്ല. ന്യൂനം എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ കുറവ് എന്ന് വിചാരിക്കും. ശരിയാണ്. എണ്ണത്തിൽ കുറവായ ആദിവാസി മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗർഭചിത്രവും പോക്സോ ക്രൈമും നടക്കുന്നുണ്ട്. താങ്കൾ അവരെ എന്തെങ്കിലും സംരക്ഷിക്കാറുണ്ടോ? താങ്കൾ അവരെ പോയി സംരക്ഷിക്കൂ. ഈ 2 കോടി ഐറ്റംസ് അവരും കാണുമല്ലോ. ഈ എക്സ് മുസ്ലിമിന്റെ കാര്യത്തിൽ താങ്കൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ട്? പ്രത്യേകിച്ച് സംഘിയായ താങ്കൾക്ക് എന്താണ് എക്സ് മുസ്ലിമിന്റെ കാര്യത്തിൽ ഇത്രയും ഇൻട്രസ്റ്റ്? അവരത്രയും പീഡിപ്പിക്കപ്പെട്ടവരാണോ? ഒരു ജോലിക്കും പോകാതെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന് വായ്ത്താളം അടിക്കുന്ന അവർക്കാണോ സംരക്ഷണം വേണ്ടത്? കാടിനോടും വന്യമൃഗങ്ങളോടും കിടന്ന് വെപ്രാളപ്പെട്ട് കഷ്ടപ്പെടുന്ന ആദിവാസി സമൂഹത്തിനെയല്ലേ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? അവരും വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് താങ്കൾക്ക്. പട്ടിണി മരണങ്ങളുള്ളതും ഇതേപോലെ ശൈശവത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന അമ്മമാരുള്ളതും ഒക്കെ ആ വിഭാഗത്തിലല്ലേ. തനിക്ക് അവരെ ഒന്ന് സംരക്ഷിക്കണ്ടായോ? താൻ ഇവരെയാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? 2 കോടി 140 കോടിയിൽ നിന്ന് 2 കോടിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് പുള്ളിയുടെ കൺസിഡറേഷൻ. മാത്രവുമല്ല ന്യൂനപക്ഷമായി നിൽക്കുന്ന മുസ്ലിംസിൽ നിന്നുള്ള പിന്നെയും ന്യൂനപക്ഷമായ എക്സ് മുസ്ലിമിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് TG അണ്ണൻ പറയുന്നത്. വാസ്തവത്തിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ തിന്നാനൊന്നും പോകാറില്ല. ഹിന്ദുക്കൾ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ട് മാത്രം മുസ്ലിങ്ങളെ ആക്രമിച്ചു കേട്ടിട്ടുണ്ട്. കാശ്മീർ പറഞ്ഞ വേറെ കാരണങ്ങളുണ്ട്, പള്ളി അമ്പലത്തിന്റെ കാരണം. അല്ലാതെ എണ്ണം കൂടുതലാണ്, ഞങ്ങൾ 100 പേരുണ്ട്, നീ 2 പേരും തട്ടിക്കളിയില്ല. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് സോഡാ കുപ്പി തള്ളച്ചി അങ്ങനെയല്ലല്ലോ ഇവിടെ പറഞ്ഞത്. അവള് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭൂരിപക്ഷവാ, ഞങ്ങൾ തീരുമാനിക്കുമെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് കൊണ്ടായിരിക്കും ഗുജറാത്തിൽ കയറി പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തത് അല്ലയോ? എന്താണ് മണിപ്പൂരിൽ നടക്കുന്നത്? എന്താ ഗുജറാത്തിൽ നടന്നത്? ഇനി കേരളത്തിൽ എന്താ നടക്കാനിരിക്കുന്നത്? ഒന്ന് പറഞ്ഞു തരാമോ? നല്ല ബാലൻസിങ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. എപ്പോഴാണ് താടി തലക്കെട്ട് വെച്ച ആൾക്കാർ അല്ലെങ്കിൽ തൊപ്പി വെച്ച ആൾക്കാർ ഇവരെ സർ തൻസെ ജുദ ആക്കുന്നത് നിങ്ങളാണ്. ബ്രിഹാൻസൻ എന്ത് ചെയ്തിട്ടാണോ അയാളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞത്? പോട്ടെ, മുഖത്തേക്ക് മൂത്രം ഒഴിച്ചു കൊടുത്ത ദളിതൻ എന്ത് തെറ്റാ ചെയ്തേ? ദളിതനായി ജനിച്ചതാണോ? ഒരു കൊഞ്ചു പൈതലിനെ ഈ അമ്പലത്തിനകത്തിട്ട് റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞു. ആരാ ഇത്? എക്സ് മുസ്ലിംസാ ചെയ്തത് ആണോ? ഗുജറാത്തിലെ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്ത് എക്സ് മുസ്ലിംസാ? മണിപ്പൂരിലെ സ്ത്രീകളെ റേപ്പ് ചെയ്തത് എക്സ് മുസ്ലിംസാ? അല്ല, എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആ പെണ്ണുങ്ങളെയാണ് അവിടെ ഇട്ട് റേപ്പ് ചെയ്തത്. മുസ്ലിംസാ അത് ചെയ്തത്? പറയാമോ? ഇവരെയൊക്കെ മുസ്ലിംസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇവരെല്ലാവരെയും കൊന്നുകളയാനും റേപ്പ് ചെയ്യാനും മുസ്ലിംസ് ടാർഗറ്റ് ചെയ്യുന്നു. ഈ മരിക്കപ്പെട്ട എല്ലാ പെണ്ണുങ്ങളും, പ്രത്യേകിച്ച് 6 വയസ്സുകാരി കുട്ടി, പൊടി മോള്, അവള് മുസ്ലിമായിരുന്നു അല്ലയോ? അറിഞ്ഞില്ല കേട്ടോ. ഏത് നിമിഷവും അവരുടെ കഴുത്ത് വെട്ടപ്പെടാം, ഹലാൽ ചെയ്യപ്പെടാം. കാരണം ഒറ്റവെട്ടിൽ കൊല്ലുകയല്ല, അത് ചെട്ടക്കായാണ് ഒറ്റവെട്ടിൽ കൊല്ലും. പക്ഷെ ഹലാലുണ്ട്, അതൊക്കെ ഞാനിപ്പോൾ മാത്രം കാണിച്ചു. അതിലെ ചോര മാറും. അങ്ങനെയാണ് മൃഗങ്ങളെ ഐഡിയലി കൊല്ലേണ്ടത് എന്നൊക്കെയാണ് സങ്കല്പം. ഇതുമായിക്കൊണ്ട് മരണഭീഷണിയെ എപ്പോഴും നേരിടുന്നവരാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ മനുഷ്യകുരുതി കൊടുക്കാറില്ലേ? ദേ ഇപ്പൊ ഓർത്തന ഓം സമാധി ഇരുത്തിയോ? സ്വന്തം അച്ഛനെ തലക്കടിച്ച് കൊണ്ടുപോയി സമാധി ഇരുത്തിയേക്കുന്നു. അതൊന്നും നിങ്ങൾക്ക് സംസാരിക്കണം, ചർച്ചയ്ക്കൊന്നുമില്ലല്ലേ. നാട്ടുകാരുടെ പറമ്പ് മുഴുക്ക ലിംഗം അന്വേഷിച്ച് നടക്കുന്നു. മറ്റുള്ളവരുടെ വസ്തുക്കൾ തട്ടിയെടുക്കാനും അവരുടെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യാനും നടക്കുന്ന ഒരു വിഭാഗം എക്സ് മുസ്ലിമിന് വേണ്ടി വായ്ത്താളടിക്കുന്ന കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും എക്സ് മുസ്ലിമിനെ തല്ലി കൊന്നതായിട്ട് നിങ്ങൾക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരാമോ? ആരെപ്പോൾ കഴുത്ത് വെട്ടി കൊന്നുകളഞ്ഞ എക്സ് മുസ്ലിമിനെ? പക്ഷേ റീസെൻ്റ്ലി ജർമ്മനിയിൽ നടന്ന മറ്റൊന്നാണല്ലോ. ഒരു എക്സ് മുസ്ലിമാണ് നാട്ടുകാരെ തല്ലാനായിട്ട് കുത്തിക്കയറിയത്. തലയ്ക്ക് വെളിവില്ലാതെ നടക്കുന്ന എക്സ് മുസ്ലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തോന്നിയ സമ്പന്ന അടിയൊക്കെ കിട്ടുമായിരിക്കാം, പക്ഷെ ഇതുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വർഷക്കണക്കിന് ഇവിടെ ഇസ്ലാം മതത്തിനെ വിമർശിക്കുന്നുണ്ട് ജോസഫ് ഇടമറുക്, ജബ്ബാർ മാഷ്. ഇത് അവരൊക്കെ ചത്തോ? അവരൊക്കെ കഴുത്ത് പോയോ? അവരൊന്നും ഇസ്ലാം മതം വിശ്വസിക്കുന്നവരല്ലല്ലോ. ഞാൻ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയല്ലേ. എന്റെ കഴുത്ത് ഇവിടെ തന്നെ ഉണ്ട് ഇല്ലയോ? വെട്ടപ്പെട്ടോ? അത് ഈ പറഞ്ഞ PM സഫിയ ആണെങ്കിലും ആരിഫ് ഹുസൈൻ തിരുവത്താണെങ്കിലും മുഹമ്മദ് ഖാൻ ആണെങ്കിലും സാഹിലാണെങ്കിലും ഇവരെല്ലാവരും തന്നെ എക്സ് മുസ്ലിം. മുഹമ്മദ് ഖാൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. താങ്കൾ മുഹമ്മദ് ഖാൻ എന്തിനാ ചേർത്ത് പിടിക്കണേ? അദ്ദേഹം പറഞ്ഞോ താങ്കൾ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്? ചേകന്നൂരികൾക്ക് അത്യാവശ്യം കിട്ടേണ്ട കാര്യമുണ്ട്. ചേകന്നൂരിക്ക് കിട്ടണം, കയ്യിരിപ്പുണ്ടാ വാങ്ങിച്ച് കിട്ടുന്നത്. അതുകൊണ്ട് എക്സ്ക്യൂസ് മീ, ഇനിയിപ്പോ ചേകന്നൂരിയുടെ വിഷയം പറഞ്ഞോണ്ട് വരണ്ട. ചേകന്നൂരി ഇസ്ലാം വിട്ടിട്ടില്ല, എക്സ് മുസ്ലിം ആയിരുന്നില്ല. മതത്തിൽ ചില ചേഞ്ചസ് എന്നാ പറഞ്ഞേ, എക്സ് മുസ്ലിം അല്ല. അത് ഇനി എക്സ് മുസ്ലിം ആക്കി കൊണ്ടുവരല്ലേ? അവരല്ലേ യഥാർത്ഥ ന്യൂനപക്ഷം. 140 പേര് 2 കോടിയോളം 2 കോടി 1.2 crores എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ചുണാമ്പ് എണ്ണിയിട്ടില്ല. കാരണം ഇവരുടെ കൂട്ടത്തിൽ മുനാഫിക്കുകളും പുറത്തുകൂടെ അത് കിട്ടാതെ നടക്കുന്നവരും പുറത്ത് പറയും. അത് എല്ലാ മതവിഭാഗത്തിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ പേരുകാരൊക്കെ പുറത്ത് പറയുന്നു. അത് അല്ലാത്തവരുണ്ട് ഒരുപാട് പേര്. ഇപ്പൊ ഇറാനിൽ 50% പേര് ഇസ്ലാം വിട്ട് വിശ്വാസിയില്ല എന്നൊക്കെ പറയുമെങ്കിലും അവരാരും പുറത്ത് പറഞ്ഞില്ല. പുറത്ത് പറഞ്ഞാൽ അപ്പൊ തന്നെ അവരെ കൊണ്ടുപോയി. പിന്നെ അവിടുത്തെ സിറ്റുവേഷൻ എക്സ് മുസ്ലിംസിന്റെ കേസ് പകുതിയിലേറെ പേരും പ്രാക്ടീസിങ് ഇസ്ലാം അല്ല. അതൊരു വലിയ നിഷ്ഠയുള്ള ജീവിതചര്യയാണ്. മാത്രവുമല്ല, ഇസ്ലാം വിടുക എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരങ്ങളെ അമ്മയെ ഒക്കെ പിരിയേണ്ട ഒരു അവസ്ഥയുണ്ടാകും. ആ അവസ്ഥ ആഗ്രഹിക്കാത്ത ആരും ഒരു കാരണവശാൽ ഈ മതം വിട്ടു പോകത്തില്ല. പോയവൻ പോലും അവസാന നിമിഷം ഖബറിലേക്ക് അവർക്കൊപ്പം വന്ന് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മതത്തിന് അത്രയും ഗ്രേറ്റ്നെസ് ഉണ്ടെന്നാണ് ചുരുക്കം. ചുമ്മാ വായ്ത്താൾ അടിക്കല്ലേ ടി ജി എണ്ണ. വിചിത്രമായ ഒരു കേസാണ്. കേന്ദ്ര സർക്കാർ നമ്മുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതി അദ്ദേഹം ജസ്റ്റിസ് വിശ്വനാഥൻ പറഞ്ഞു that such a declaration might need be recognized as a private right. ഓരോ വ്യക്തിയുടെയും അവകാശമായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. The petition presented by advocate പ്രശാന്ത് പത്മനാഭ് ഇതെല്ലാം കൊടുക്കേണ്ടത് എക്സ് മുസ്ലിങ്ങൾക്കാണ്. അവരെണ്ണം ആയിക്കോട്ടെ, എക്സ് മുസ്ലിം ആയിട്ട് ഇപ്പോൾ ഒരു കേസിന് പോയിട്ടുണ്ട് സ്വത്തവകാശത്തിന് വേണ്ടി. തീർച്ചയായിട്ടും സക്സസ് ആകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ റൈറ്റ്സ് അവർ ചോദിച്ചു വാങ്ങിക്കട്ടെ. കുടുംബത്തിൽ ഉമ്മായും വാപ്പായും വേണ്ട, ഉമ്മായും വാപ്പായും സഹോദരങ്ങളും വേണ്ട, പക്ഷെ അവരുടെ സ്വത്ത് വേണം, തീർച്ചയായിട്ടും വേണം. അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അവർ ശ്വസിക്കുന്ന വായു ഉൾപ്പെടെ അവരുടെ ശരീരം ഉൾപ്പെടെ അത് ഉമ്മായുടെയും വാപ്പായുടെയും ദാനം തന്നെയാണ്. അത് മനസ്സിലാകാൻ അതുപോലൊരു അവസ്ഥയിൽ കൂടെ അവരും പാസ്സാകുമ്പോൾ മാത്രമേ തിരിച്ചറിയുള്ളൂ. അപ്പോൾ ചോദിച്ചു വാങ്ങിക്കണം. അന്തസ്സോടുകൂടി ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് എക്സ് മുസ്ലിമിൻ്റെ പരിപാടിയല്ലല്ലോ. തിന്നാനും ദൂർത്തടിക്കാനും ഫ്രീ സെക്സിനും വേണ്ടിയിട്ട് മതത്തിനെ അവഹേളിക്കുകയും മതത്തിനെ നീക്കി നിർത്തുകയും ചെയ്യുന്ന എക്സ് മുസ്ലിമുടെ ചെയ്ത്തുകൾ ആരും പറയാതെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നതിനുള്ള ആ ഒരു വൈരുദ്ധ്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് കുറച്ചു പേരെ പരിചയപ്പെടുത്താം. യുക്തിവാദി ഹിന്ദു തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട സംഭവങ്ങൾ. അതിൽ ഒരെണ്ണം നരേന്ദ്ര ദബോൾക്കർ, വർഷം 2013, സ്ഥലം പൂനെ, മഹാരാഷ്ട്ര. എന്താണ് കൊലപാതക കാരണം? അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ചു. ആരാണ് കൊന്നത്? സനാതന സംസ്ഥാൻ എന്ന് പറയുന്ന ബന്ധമുള്ളവർ. ഇനി അടുത്തത് ഗോവിന്ദ് ബൻസാരെ, കൊന്നതെപ്പോ 2015. മുംബൈ, മഹാരാഷ്ട്രയിലാണ് കൊലപാതകം. എന്താണ് കാരണം? സാമൂഹിക പരിഷ്കർത്താവും അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. കൊലയാളികൾ ആരാണ്? സനാതന സംസ്ഥാൻ എം കൽബുർഗി 2015 കൊല്ലപ്പെട്ടു. ധാർവാഡ്, കർണാടകയിലാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. കൊലപാതക കാരണം എഴുത്തുകാരനും യുക്തിവാദിയുമായിരുന്നു. മതപരമായ കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു. കൊലയാളികൾ ഹിന്ദുത്വ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളവർ. അടുത്ത് ഗൗരി ലങ്കേഷ്, 2017, സ്ഥലം ബാംഗ്ലൂരു, കർണാടക. കൊലപാതക കാരണം പത്രപ്രവർത്തകയും സാമൂഹിക പ്രവർത്തകയുമായിരുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വിമർശിച്ചു. കൊലയാളികൾ സംസ്ഥാന ബന്ധമുള്ളവർ. ഇനി 2025 ഷെഫീന ബീവി. എന്താ പ്രശ്നം? സനാതന സംസ്കാരത്തിനെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പബ്ലിക്കിൽ കൊണ്ടുകൊടുത്തു. അതുകൊണ്ട് കൊല്ലപ്പെട്ടു. ചുമ്മാ പറഞ്ഞ തള്ളിയതാ. പക്ഷെ അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്നെ കൊല്ലുകയാണെങ്കിൽ അത് എക്സുമല്ല, ഒറിജിനൽ വയ്യുമല്ല, നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ള പൂർണ്ണബോധം എനിക്കുണ്ട്. നിങ്ങൾ കൊല്ലാതെ വിട്ടത് ഞാൻ എക്സ് ആണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്. അല്ലയോ? മനസ്സിലായിട്ടുണ്ട്. നമുക്കിനി അയോധ്യയിലെ രാമക്ഷേത്ര പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വിശ്വ ഹിന്ദു പരിഷത്താണ്. എന്നാൽ ഇതിന് പിന്നിൽ RSS ആണ് എന്ന് പലരും പറയുന്നുണ്ട്. സത്യം എന്താണെന്ന് അറിയത്തില്ല. മഹാത്മാഗാന്ധി കൊന്നതും RSS ആണ്. ഇതിന് ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. ലവ് ജിഹാദ് ആരോപണം തുടങ്ങി സാർവത്രികമായി മതമൈത്രി നഷ്ടപ്പെടുന്ന രീതിയിൽ സമൂഹത്തിൽ സ്പർദ്ധത ഉണ്ടാക്കുകയും പരസ്പരം കൊല്ലാനും വെട്ടാനും ആഹ്വാനം കൊടുക്കുകയും ചെയ്യുന്നത് RSSകാർ. വർഗീയ രാഷ്ട്രീയം പറയുന്നത് RSSകാർ. ഇവിടെ മറ്റുള്ളവരെ കൊണ്ടും വർഗീയത പറയിപ്പിക്കുന്നതും RSSകാർ. നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ വെല്ലുവിളി, നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ശാപം. നിങ്ങളിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യം നേടാനോ എന്തെങ്കിലും രീതിയിൽ ഒരു ഇതേപോലെ ഏതെങ്കിലും ഒരു സമരത്തിനോ നിങ്ങൾ മുന്നിൽ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത് ചരിത്രം വായിച്ചാൽ മനസ്സിലാകാവുന്ന വസ്തുതയാണ്. എക്സ് മുസ്ലിമിനെ ചേർത്ത് പിടിക്കുന്ന ഇവർക്ക് ഇസ്ലാമിയർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്ന് എന്താണെന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിമായി മാറി നിൽക്കുന്നവരോട് സഹിഷ്ണുതയോടെ പെരുമാറുക. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹിദായത്ത് നൽകി തിരിച്ച് ചേർത്ത് പിടിക്കുക. അവർക്ക് തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയിൽ പോയവർ തിരിച്ചു വരാൻ ആഗ്രഹിച്ച് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. എന്നോട് ഒരുപാട് പേര് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ 2 കൈ നീട്ടി സ്വീകരിക്കുക. നമ്മുടെ സഹോദരങ്ങളാണ്, ഉപദ്രവിക്കരുത്. തെറ്റുപറ്റിപ്പോയി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തെറ്റുപറ്റിയാൽ നമ്മൾ ക്ഷമിക്കണ്ടേ? ആ ക്ഷമ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒരു രീതിയിലും അവരെ ആക്രമിക്കാൻ പോകരുത്. ഒരു രീതിയിലും പോകരുത്. നിയമപരമായി അവരെ നേരിടൂ. നിയമത്തിന് അവർക്ക് വിട്ടുകൊടുക്കൂ. നിയമപരമായി നേരിടുന്ന ഒരവസ്ഥ വരുമ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടാവും. അവർ തിരിഞ്ഞു മാറും. അവർ വരും. സംഗീസം പറയലല്ല എക്സ് മുസ്ലിമിന്റെ പരിപാടി. അത് തിരിച്ചറിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങളും കൂടെ സഹായിക്കുക എന്നുള്ളത്.
സഹിഷ്ണുതയോടെ അവരോട് പെരുമാറണം എന്നുള്ളത് ഒരു റിക്വസ്റ്റാണ്. നിങ്ങളാരും തല്ലുന്നു കൊല്ലുന്നു എന്നല്ല പറഞ്ഞത്, പുച്ഛത്തോടെ കാണാതിരിക്കൂ. ചെറിയ ചെറിയ പിണക്കങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചവരെ കൊണ്ടുവരാൻ ശ്രമിക്കൂ, ഒറ്റപ്പെടുത്താതിരിക്കൂ. ഇതൊരു റിക്വസ്റ്റാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ സ്വീകരിക്കാം. കാരണം ചെന്നായി കൂട്ടം അപ്പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്, കടിച്ചു കീറി കൊന്നുകളെ. നമ്മുടെ പെൺകുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. തെറ്റിദ്ധാരണാജനകമായി ഇതുപോലെ മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കാമിതയെ പിടിച്ച് തുറങ്കിലടയ്ക്കുക, ആരിഫ് ഹുസൈനെ പിടിച്ച് ജയിലിലടയ്ക്കുക, അതാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചെയ്യുക. മോശമായ രീതിയിൽ നരേഷൻ കൊണ്ടുവരികയും അതിലേക്ക് പെൺകുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സംഘടന ഉണ്ടാക്കി അതിന്റെ മേളിൽ കയറിയിരുന്ന പെൺകുട്ടികളെ ചെന്നായകൾക്ക് ഇട്ടുകൊടുക്കുന്ന ലിയാക്കത്തലിക്കുകയും തുറങ്കിലടയ്ക്കുകയാണ് വേണ്ടത്. രാജ്യത്തെ സമാധാനത്തിനും ഐക്യത്തിനും നമ്മളാണ് ചേർന്ന് നിൽക്കേണ്ടത്. നമ്മളുടെ ഐക്യം എന്താണെന്നും നമ്മളുടെ സഹിഷ്ണുത എന്താണെന്നും കാണിച്ചു കൊടുക്കേണ്ട അവസരമാണ് ഇവിടെ ഉള്ളത്. നിയമപരമായി നേരിടുക എന്നതിനപ്പുറം കൈക്കരുത്തോ തിണ്ണമെടുക്കോ നമ്മൾ കാണിക്കാൻ പോകാതിരിക്കുകയാണ് വേണ്ടത്. ടിറ്റ് ഫോർ ടാറ്റ്. നമ്മളോട് അവരെങ്ങനെയാണോ അതുപോലെ നമ്മൾ അവരോട് പെരുമാറും എന്നുള്ളത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ധൈര്യസമേതം മുന്നേറുക. നിങ്ങളെക്കാൾ ബലശാലികൾ ആരുമില്ല, നിങ്ങളെക്കാൾ സൗഹൃദമുള്ളവർ ആരുമില്ല, നിങ്ങളെക്കാൾ സാഹോദര്യമുള്ളവർ ആരുമില്ല. ചരിത്രങ്ങൾ വായിച്ചാൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. നിങ്ങളെ നിങ്ങളല്ലാതാക്കുന്നത് അവരുടെ മിസ് മാജിക്കാണ്. അതിലേക്ക് നിങ്ങൾ പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക. ധൈര്യസമേതം മുന്നേറുക. മുന്നിലുള്ളത് നമ്മളുടെ നാടാണ്, നമ്മളുടെ കൂട്ടരാണ്. അവർ പ്രശ്നത്തിലാണ്, ഒന്നിച്ചു നിൽക്കുക, ശക്തരാവുക. നമ്മളുടെ കുടുംബവും നമ്മളുടെ കൂട്ടർക്കും ഒരു ഗുജറാത്ത് കൂടെ ആവർത്തിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ കലാപത്തിന് കോപ്പ് കൂട്ടുന്ന ഇവർക്ക് സത്യത്തിൽ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഓരോ ഇസ്ലാമിയരും ചെയ്യേണ്ടത്. നന്ദി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അൺസബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.